ഒത്തുതീർപ്പിന് വിധേയമാകാത്ത നിലപാടുകൾ. ദൈവബന്ധത്തിൽ നീ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ പിന്നെ എന്താണ്, ഒത്തുതീർപ്പിന് മകളുടെ ശമ്പളവും നമുക്ക് നാളെ നക്കാപ്പിച്ച 10 വയസ്സ് കിട്ടുന്ന വരുമാനം അടഞ്ഞു പോയെന്ന് കണ്ടു കഴിഞ്ഞാലും ദൈവമായിട്ട് റിലേഷനിൽ ഒത്തുതീർപ്പിന് വിധേയമാകാത്ത നിലപാടുകൾ, അതാണ് ഒരു ബോധ്യമെന്ന് പറയുന്നത്. അപ്പോൾ ദൈവം പിന്നെ നമ്മുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ ദൈവം നോക്കാൻ ബാധ്യസ്ഥമായി തീരും. കാര്യം നമ്മൾ നിലപാടെടുത്തിരിക്കുകയാണ്. അപ്പോൾ റിസ്ക് എപ്പോഴും ദൈവത്തിൻ്റെ കയ്യിലായി സംഭവം. ഇനിയിപ്പോൾ ദൈവം കൈവിടാൻ കുഴപ്പമില്ല, എൻ്റെ മകളുടെ ശമ്പളം ഉണ്ടല്ലോ. നമ്മൾ പല ആൾക്കാരോട് ഒത്തുതീർക്കണത്തിന് അവരുടെ സാമ്പത്തിക സ്രോതസ്സ് നോക്കിയിട്ടാണ് ഒത്തുതീർപ്പിന് തയ്യാറാണ്. അവരുടെ സാമ്പത്തിക സ്രോതസ്സ് നോക്കിയിട്ട് ഒത്തുതീർപ്പിന് തയ്യാറാണത്. ഏത് സമയത്ത് ഈ സാധനത്തെ കട്ട് ചെയ്യുമെന്ന് അവർക്ക് മനസ്സിലാക്കണം. നിങ്ങളെ സഹായിക്കുന്നവരും നിങ്ങളെ സന്ധിക്കുന്നവർക്കും നിങ്ങളുടെ നിലപാടിനെക്കുറിച്ച് ധാരണയുണ്ടാകണം. എന്താണ്, ദൈവത്തിൻ്റെ വഴികളിൽ നിന്നല്ലെങ്കിൽ ഈ സാധനം കട്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തെ എന്താ വെച്ചാൽ നമ്മുടെ ഉദ്ദേശം എന്താണ്, ദൈവത്തെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശം. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടുന്ന പോലെ തന്നെയാണ് ദൈവത്തെ പഠിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്താ കാര്യം, നമ്മളുടെ നിലപാടിനെക്കുറിച്ച് ദൈവത്തിനൊരു ധാരണ കൊടുക്കണം. എൻ്റെ നിലപാട് ഇതായിരിക്കും, സുവിശേഷ വിഹിതമായ ഞാൻ ആ നിലപാടെടുക്കത്തുള്ളൂ. അത്ര കൊലകൊമ്പനായാലും ശരി, എൻ്റെ നിലപാട് ഇതായിരിക്കും. എൻ്റെ കഴിവനുസരിച്ച് ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും. നമ്മുടെ കഴിവപ്പെടാത്ത കാര്യങ്ങളുണ്ടേ, അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് പറയണം, എൻ്റെ ദൈവമേ, എൻ്റെ കഴിവനുസരിച്ച് എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നിന്നെ അതിലെ ഒന്നാം സ്ഥാനത്ത്. ഇവിടെയാണ് വിഷയം. പ്രൈമറി റെഫറൻസ് വരണം. ദൈവത്തിന് പ്രൈമറി റെഫറൻസ്. ഉടമ്പടി എന്ന് പറയുന്ന ഒരു ജീവിതമാണ്. അവിടെ കിട്ടേണ്ട രണ്ടാമത്തെ ബോധ്യം എന്ന് പറയുന്നത് പ്രൈമറി റെഫറൻസ് ദൈവത്തിന് വരണം. ഫസ്റ്റ് റെഫറൻസ്, നമ്മുടെ ഫസ്റ്റ് റെഫറൻസ് ദൈവത്തിന് വരണം. ഈശോ എപ്പോഴും പറയും, നിങ്ങൾ പ്രലോഭനം ഉണ്ടാവേണ്ടതാണ്, പക്ഷേ ഉണ്ടാവാതിരിക്കണം നല്ലത്. കർത്താവ് ആ കാര്യത്തിൽ ഒരു അംബിഗ്യസ് ആണ്. ഇത് സിറ്റുവേഷനിലാണ് അങ്ങനെ പറയണത്. ടെംപ്റ്റേഷനെ കുറിച്ച് പറയണത് സിറ്റുവേഷനിലാണ്. എന്ന് വെച്ചാൽ പ്രലോഭനം ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഉണ്ടായാൽ നിങ്ങൾ വീട് പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്, പക്ഷേ പ്രലോഭനം ഉണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ടെംപ്റ്റേഷൻ. ഇപ്പം പ്രൈമറി റെലംസിൽ പ്രാഥമികമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനമാണെങ്കിലും പ്രലോഭനം ഉണ്ടാവും. ഇതിനെതിരെ ഒരു പ്രലോഭനം ഉണ്ടാവാതിരിക്കുന്ന ഒരു സാഹചര്യം ഈശോ പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത സാഹചര്യം വരിക. ഇപ്പം നമ്മളെ ദൈവം തോൽപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോഴാണ്, നമ്മൾ തോൽപ്പിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ചില ആൾക്കാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ദൈവം മനഃപൂർവ്വം ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ആ ക്രിയേഷനിൽ ഇവർ ദൈവത്തിൽ നിന്ന് ഇപ്പം നിരക്കാത്ത തീരുമാനം എടുക്കാൻ സമ്മർദ്ദത്തിലാകും. അതിനാണ് പ്രലോഭനം ഉണ്ടാകുമെന്ന്, അതായത് പ്രലോഭനം ഉണ്ടാവാതിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞാൽ ഉണ്ടായ വീണ് പോകാൻ സാധ്യതയുണ്ട്. ഇതിനൊരു സേഫ് സോണുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ടൈം കഴിഞ്ഞാൽ നമ്മുടെ ഉപഗ്രഹങ്ങളൊക്കെ നമ്മൾ വിക്ഷേപിക്കത്തില്ലേ, അപ്പോൾ അതിൻ്റെ അറ്റ്മോസ്ഫിയർ കഴിഞ്ഞാൽ പിന്നെ അത് ലൈറ്റ് വെയിറ്റ് ആയിട്ടിരിക്കും. അതുവരെ നമ്മൾ റോക്കറ്റ് കത്തിച്ചുകൊണ്ടേ ഇരിക്കണം. ഓരോരോ തിന്മകളും പാപത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. ഇനി ഒരു ടൈം കഴിയുമ്പോൾ നല്ല പോരാട്ടക്കാരിയാണ് നീയെങ്കിൽ ദൈവം നിൻ്റെ സത്യസന്ധത കണക്കിലെടുത്തിട്ട് ഒരു ടൈം കഴിയുമ്പോൾ നിന്നെ ഇതിൽ നിന്ന് റിലീവ്ഡ് ആക്കും. അപ്പം നീ ലൈറ്റ് വെയിറ്റ് ആകും. അപ്പം നിനക്ക് ഇഷ്യൂ നിൻ്റെ മുമ്പിൽ കൊണ്ടുവരത്തില്ല. കാര്യം കൊണ്ടുവരാതെ നീ സേഫ് സോണിൽ കൊണ്ടുപോകും. ഇതിനകത്ത് ആധ്യാത്മിക ജീവിതത്തിൽ ഒരു സേഫ് സോണുണ്ട്. അതാണ് ഈശോ പറയണത്, ഉണ്ടാവാതിരിക്കുന്ന നല്ലതെന്ന് പറയുന്നത് ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ. അപ്പം നിനക്ക് കുമ്പസാരിക്കാൻ വരുമ്പോൾ നിനക്ക് പ്രത്യേകിച്ച് പാപങ്ങളൊന്നും കാണത്തില്ല. എന്താ കാര്യം, നിൻ്റെ ദൈവം ആ മേഖലയിൽ ടെസ്റ്റിംഗ് ടൈം കഴിഞ്ഞു. നിൻ്റെ ഇനി ടെസ്റ്റിംഗ് ടൈം പലപ്പോഴും ടെസ്റ്റിങ് ടെസ്റ്റ് മസ്റ്റാണ്. അതായത് എപ്പോഴും അധ്യായ വളർച്ചയ്ക്ക് എപ്പോഴും ടെസ്റ്റ് തരും. മിക്കവാറും ഈ പ്രൈമറി സ്കൂളിൽ വെച്ച് തന്നെ ആൾക്കാർ തോറ്റിട്ട് പഠനം നിർത്തിയാണ് പതിവ്. അങ്ങനെയാണ്. 90 ആൾക്കാരുണ്ടെങ്കിൽ തന്നെ ആദ്യത്തെ കാലത്ത് തന്നെ കാര്യം ഇവൻ ബേസിക്കായിട്ട് ശരിയല്ല, ലോകത്താനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യും. ഒരു തരത്തിൽ പിന്നെ അതായത് ഗ്രാവിറ്റിയുള്ള ടെസ്റ്റ് നൽകിയിട്ട് ഈ ആളെ പൂർണ്ണമായിട്ട് ഔട്ടായി കളയും.
പിന്നെ ഇയാളുമായിട്ട് കമ്പനീസ് ഇല്ല. ദൈവമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നിരന്തര അനുതാപത്തിൻ്റെ ഒരു മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അനുതാപം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഉടമ്പടിയിൽ കിട്ടേണ്ട മൂന്നാമത്തെ ബോധ്യം എന്ന് പറഞ്ഞത് നിരന്തര അനുതാപമാണ്. നിരന്തര അനുതാപം എന്നല്ല, നിരന്തര അനുതാപം. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ധ്യാനം കൂടി അപ്പോഴൊന്ന് അനുദപിച്ചു, കുറച്ച് മോങ്ങി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചു, അങ്ങനെ പിന്നെ കുറച്ച് നാൾ ഇങ്ങനെ നല്ല വെള്ളം ചപഞ്ഞ് നടന്നു, നിലച്ചായത്ത് പിന്നെ കുറുക്കനെ പോലെ നടന്നു, മഴ പെയ്യുമ്പോൾ പിന്നെ പെയിൻ്റ് എല്ലാം പോയി പഴയ കുറുക്കനായി. അങ്ങനെയല്ലേ ധ്യാനങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ജീവികളെ കണ്ടാൽ മനസ്സിലാവും. ആദ്യം ഒരു ധ്യാനം കൂടി നല്ല നിലച്ചായത്തിൽ പെയിൻറ്റ് വീണ പോലെ നല്ല കുറുക്കനായി. അപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ ശ്രുതി പറയും, ബ്രദറാണ് സിസ്റ്ററാണെന്നൊക്കെ ശ്രുതി പറയും, കൃഷ്ണനാണെന്നൊക്കെ പണ്ട് കൃഷ്ണനാണെന്നൊക്കെ ധരിച്ചുള്ള കഥയില്ല പഞ്ചതന്ത്രത്തല്ല. പക്ഷെ മഴ പെയ്ത് കഴിയുമ്പോൾ ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ പെയിൻറ്റ് പോകും. പെയിൻറ്റ് പോകുമെന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ദിവസം ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രദർ അടിപൊളി പ്രസംഗം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് അതിൻ്റെ പ്രസംഗത്തിൻ്റെ കൂലിയൊക്കെ വാങ്ങിച്ചവൻ്റെ പുള്ളി പോയി. ആശ്രയിച്ചു, അച്ഛാ ഒന്ന് ബ്ലസ് ചെയ്യണം, ഞാനൊരു കാര്യത്തിന് പോവുകയാണ്. അപ്പോൾ ഞാനോർത്ത് വല്ലയിടത്തും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അല്ല, പിന്നീട് അറിഞ്ഞത് പുള്ളിയുടെ മകളെ കെട്ടിച്ചിട്ട് വീട്ടിൽ ഭയങ്കര പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ കാശ് മുഴുവൻ കൊടുത്തിട്ടില്ല. അയാൾ ഈ ബ്രദർ കൊടുത്തിട്ടില്ല. കൊടുക്കാതിരുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചുകൊണ്ട് തന്നെ പൈസ പറഞ്ഞ് ചേർത്ത ഷെയർ എല്ലാം കൊടുക്കാതെ വിടുന്നതിൻ്റെ ഉദ്ദേശം ഇവിടെ ഉള്ളിലൊരു രഹസ്യ അജണ്ട ഉണ്ട്. കാര്യം കുറച്ച് കഴിയുമ്പോൾ ഇവൾ പ്രസവിക്കാൻ വേണ്ടി വരുമ്പോൾ അപ്പോൾ കാശ് വേണ്ടേ, അപ്പോൾ അവൾക്ക് കൊടുക്കാനുള്ള കാശ് പ്രസവരക്ഷയും കൊച്ചിൻ്റെ ജ്ഞാനസ്ഥാനവും എല്ലാം കൂടി എടുത്തിട്ട് മുടക്കാൻ വേണ്ടി അവർ സാമ്പത്തികമായ കളിയാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാലും പിന്നെ ബാക്കി പൈസ കൊടുക്കാറുണ്ട്. അപ്പോൾ മുറുമുറുപ്പ് ഇടയ്ക്ക് കെട്ടിച്ച് വിട്ട വീട്ടിൽ എപ്പോഴും മുറുമുറുപ്പുണ്ടാവും. ബദറാണ് അച്ഛൻ, അതൊരു കാര്യമൊന്നുമില്ല. പാപത്തിൻ്റെ സാഹചര്യങ്ങളെ ഇവർ ആധ്യാത്മിക ജീവിതം ഒന്ന്, പ്രായോഗിക അനുദിന ജീവിതം വേറെ രണ്ടായിട്ട് വരും. അങ്ങനെ അത് നിങ്ങൾ ഉടമ്പടിക്കാർ ശ്രദ്ധിക്കണം. ഈ കയ്യാങ്കളികളെല്ലാം ദൈവം വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ എന്താണ് പൈസ സ്ത്രീധനം കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അവിടെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇയാളുടെ ഉദ്ദേശം എന്താണ്, കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പ്രസവിച്ച് കഴിയുമ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ പ്രസവിച്ച് കൊച്ചിനെ കെട്ടിച്ചില്ലെന്ന് ചോദിച്ചാൽ വായടച്ച് കെട്ടിച്ച് അവൾ പ്രസവിച്ച് തീർന്ന്. അപ്പോൾ അപ്പനും അമ്മയും കൂടി തന്ത്രപൂർവ്വം മകളെ കെട്ടിക്കുകയും ചെയ്യും, മകളെ പ്രസവിപ്പിക്കുകയും ചെയ്യും, നാട്ടുകാരുടെ മുമ്പിൽ നല്ല പിള്ള ചവയും ചെയ്യും. എന്നിട്ട് പൈസ മൊത്തം അവിടെ കൊടുത്തിട്ടില്ല. അത് കാരണം അവിടുന്ന് ഇഷ്യൂ എന്തിനാണ് കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണ്, ഇന്നലെ നാളെ ഇടിയുണ്ടാക്കി അവളെ ഇവിടെ തള്ളി പുറത്താക്കുമെന്നറിയാം. തള്ളി പുറത്താക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വേറെ എടുപ്പിച്ച് തിന്നണം, അതാ പ്രശ്നം. അപ്പോൾ ഈ ആൾക്കാർ ഉടമ്പടി എടുത്തുള്ള അവസ്ഥ എന്തായിരിക്കും? ഇത് ഒറ്റടക്കം പോകത്തില്ലേ, ഞങ്ങളുടെ കാര്യം പറയുകയാണ്. അപ്പം മനസ്സിൽ എന്താണ്, അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. ഉടമ്പടി അഡ്രസ്സ് ചെയ്യണ പാപത്തെ അല്ല, ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത് അനുതാപത്തെയാണ്. അനുതാപം ബേസിക്കായിട്ട് അനുദിന അപ്പവും നിത്യജീവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അനുതാപം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഭൂമിയിൽ അനുതപിച്ച് ദൈവത്തിന് എന്ത് കിട്ടാനാണ്? അനുതാപത്തിന് എപ്പോഴും ഒരു ഇറ്റേണൽ ലൈഫായിട്ടൊരു കണക്ഷനുണ്ട് അനുതാപത്തിന്. അനുതാപം ആവശ്യമുള്ള ആൾക്കാരെക്കുറിച്ച് എന്തിനാണ് ഈശോ അങ്ങനെ പറയണത്? അപ്പോൾ എന്തിനാണ് അനുതപിക്കണത്? ശരിക്കും പറഞ്ഞാൽ അനുതപിക്കണത് നിത്യജീവനിലേക്കുള്ള യാത്രയുടെ ഒരു പ്രീ റെക്വിസിറ്റായിട്ടാണ് റിപ്പൻഡൻസ് വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിത്യജീവനിലേക്കുള്ള ദൈവത്തിലേക്കുള്ള യാത്രയുടെ ഒരു മുൻ ആവശ്യമായിട്ടാണ് അനുതാപം. അല്ലാതെ നിങ്ങൾക്ക് IELTS പാസ്സാകാനല്ല അനുതാപം. ഇവിടെ പല ആൾക്കാർ അനുദപിക്കുന്നുണ്ടേ. അപ്പോൾ അത് പാകിസ്ഥാനിലെ വെടിനിർത്തൽ പോലെ ആകുമെന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ തൽക്കാലം ഒരു സംഭവം വീട് വെച്ചു, അനുതാപം തീർന്നു, പിന്നെ പഴയ പണ്ടാരമായി മാറും. ആ വീട്ടിൽ ഒരുമാതിരിപ്പെട്ടവർ ആരെയും കിടത്തി പുറപ്പിക്കത്തില്ല. പണ്ട് വിരുന്നുകാരെങ്കിലും വരുമായിരുന്നു. വീട്ടുകാർ ചിലപ്പോൾ അവരുടെ കുടുംബത്തിലുള്ളവർ തന്നെ ഇത്തിരി പൈസ കുറവ് ആൾക്കാരില്ലേ, പണ്ട് ഇവരെല്ലാം കൂടി ഒരുമിച്ച് നിന്നൊക്കെ ജീവിച്ചൊക്കെ ഒരുമിച്ച് മുറിക്കിടന്ന് ഉറങ്ങിയതാണ്. ഇപ്പോൾ ഇവർക്ക് കൊട്ടാരം പോലെ ഒരു 5-8 മുറി വീട് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴെന്താണ് അവിടെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്ത് ഇപ്പം അതിനേക്കാൾ താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്നവർക്ക് ഇവർക്ക് പുച്ഛമാണ്. എന്നിട്ട് ഈ പണ്ടാരം ഉടമ്പടിയാണെന്ന് സാക്ഷി പറഞ്ഞ് നടക്കുകയാണ്. ഇതാണ് പ്രശ്നം. ഈ നിലപാടത്തിലൊരു പ്രശ്നമുണ്ട്. നിങ്ങളിപ്പോൾ ഉടമ്പടി എടുത്തു, നിങ്ങൾക്ക് ഭവനം കഴിച്ചു, ആ ഭവനത്തിൽ പണ്ട് കയറ്റിയവരെ നിങ്ങളിപ്പോൾ കയറ്റണില്ല. ആ ഭവനത്തിൻ്റെ അപ്പൂപ്പൻ്റെ അവസ്ഥ എന്താണ്? ചാർത്തിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കൊടുക്കാനൊക്കെ ചെല്ലുമ്പോൾ ഞരങ്ങിയും മൂളിയും ആ പാവപ്പെട്ടവൻ ചാർത്തിൽ കിടക്കണം കാണാം. അടുക്കള ഇപ്പുറത്ത്, ചാർത്ത് പുറകിൽ, അവിടെ കട്ടിൽ വിട്ട്
അങ്ങനെ തൂറിയും മുള്ളിയും കിടക്കും, മണവുമായിരിക്കും. അച്ഛൻ മനെന്ന് കേൾക്കുമ്പോൾ ഈ അച്ഛൻ എന്താ ഇപ്പം കെട്ടിടത്ത് കണ്ട് വരുന്നത്, വല്ല കാര്യമുണ്ട്? ഇയാൾക്ക് നന്നാകാൻ പോകണം, ഇപ്പോൾ കുർബാന കൊടുത്തുമ്പോൾ കുത്തി വായി കയറ്റുമ്പോൾ ഇയാൾക്ക് എന്തൊക്കെ സംഭവിക്കാൻ പോകണം, ഇയാളുടെ കയ്യിൽ പെരിക്ക്. അപ്പോൾ ഇവൾ മരുമകളെ സംബന്ധിച്ച് മക്കളുടെ കാര്യത്തിൽ ഈ അപ്പനെ നോക്കത്തില്ല. അപ്പനെ നോക്കാതിരുന്നതിൽ അപ്പനെ കുളിപ്പിക്കത്ത് പോലും ഇല്ല. ഇനിയിപ്പം വേറെ ആരെങ്കിലും വന്ന് കുളിപ്പിച്ചാൽ അത്രയും നല്ലതാണെന്ന് പറഞ്ഞാൽ അവർ നടക്കണത്. ഈ ഉടമ്പടിയുടെ പിന്നിലൊരു ആധ്യാത്മികതയുണ്ട്. ദൈവം ശോധന ചെയ്യുന്ന ഒരു ആധ്യാത്മികതയുണ്ട്, നിരീക്ഷിക്കുന്ന ആത്മീയത. അപ്പോൾ എന്തിനാണെന്നറിയാമോ, നിങ്ങൾക്ക് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ കവനന്റ് റിലേഷൻസ്. നിങ്ങളുടെ ഉടമ്പടി റിലേഷൻസിൽ ഞാൻ വലിയ നിങ്ങൾ വരെ പിടിക്കട്ട് സാക്ഷ്യം പറയും, ഞാൻ പക്ഷേ സാറ്റിസ്ഫൈഡ് അല്ല. കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞാൽ പക്ക അതായത് നിങ്ങൾക്കറിയാമല്ലോ, ആറ്റം ബോംബ് ഹിരോഷിമയിൽ ഇട്ട സാധനം കൊണ്ട് തന്നെയാണ്, ആ അറ്റോമിക് പവർ കൊണ്ട് തന്നെയാണ് നമ്മൾ കപ്പൽ ഓടിക്കുന്നത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അറ്റോമിക് എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജിയാണ്, ആൾ നശിപ്പിക്കാനും പറ്റും, അതേസമയം തന്നെ വികസനത്തിന് ഉപയോഗിക്കാൻ പറ്റിയ സംഭവമാണ്. അപ്പോൾ ഇതേ സമയം തന്നെ ഉടമ്പടി എന്ന് പറയുന്ന സംഭവം അനാദികാലം മുതലേ നിലനിൽക്കുന്ന ഒരു യുണീക്ക് ഫോർമാറ്റാണ്. അപ്പോൾ അതിൻ്റെത്തേക്ക് വരുമ്പോൾ മനസ്സും ശരീരവും തേച്ച് കഴുകി വൃത്തിയായി ദൈവവുമായിട്ട് ഞാനൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്. എന്നിട്ട് ഇതൊരു ഉടമ്പടി എന്ന് പറയുന്നത് ഒരു തീരാത്ത ബോധമാണ് എല്ലാ ദിവസവും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉടമ്പടിക്ക് ആശീർവാദം തരണത് 20 രൂപ വരെയാണ് ആ ഉടമ്പടിക്ക് ആശീർവാദത്തിന്. വീണ്ടും നിങ്ങൾക്ക് പുതുക്കുമ്പോൾ ഞങ്ങൾക്ക് ആശീർവാദം ഫ്രീ ആയിട്ട് തരണത്. എന്താ കാര്യം, അതിന് വിലമതിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ ഉടമ്പടിക്ക് ആശീർവാദം ഉപയോഗിക്കുന്നവർക്കറിയാം അതിൻ്റെ അകത്തൊരു സത്യസന്ധമായ ഒരു ഉടമ്പടി ആളാണ് അതിൻ്റെ അകത്ത് വിശ്വപ്രമാണം ചെയ്ത് അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം അവർക്ക് ദൈവത്തിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യും. അത്രയും വലിയ സംഭവമാണ്. അതുകൊണ്ടാണ് പണ്ടൊക്കെ ഞങ്ങൾ പറയും, നിങ്ങൾ ചെപ്പിലിട്ട് സൂക്ഷിക്കണേ. അപ്പോൾ ചിലർ കഴുത്തേക്ക് കെട്ടിക്കൊണ്ട് നടക്കുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ ഈ കഴുത്തേക്ക് കെട്ടിക്കൊണ്ട് നടക്കണേ എന്തിനാണെന്ന്. അപ്പോൾ അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയാം, അച്ഛാ എനിക്ക് ഹാർട്ടിൻ്റെ അസുഖമാണ്. അപ്പോൾ ഉടമ്പടിക്ക് ആശീർവാദം എൻ്റെ നെഞ്ചത്ത് കിടക്കുമല്ലോ, ഞാൻ ഓക്കെ, അത് ദാറ്റ്സ് ഓക്കെ എന്നൊക്കെ പറയാം. അപ്പോൾ കറക്റ്റാണ്, അദ്ദേഹത്തിന് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും രക്ഷപ്പെടുത്തുന്നത്. പക്ഷേ എന്നാലും ഇത് നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ തിരിച്ചറിയത്തില്ല. നിങ്ങളുടെ കയ്യിലുള്ള കഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് റീഫണ്ട് ചെയ്യും, പുതിയത് തരും. എന്താ കാര്യം, ഉടമ്പടി റിലേഷനാണ്, നിത്യബോധമാണത്. ഉടമ്പടി ദൈവവുമായിട്ട് നിങ്ങളുടെ അടുത്ത ഉടമ്പടിയിൽ നിത്യബോധമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങളെ, ഈ ഉടമ്പടിയുടെ ഇത്രയും നാളുള്ള സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കണം. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ പേര് ഷെറിൻ, ഞാൻ പാലാരൂപത ചേർപ്പങ്കൽ ഇടവകാംഗമാണ്. ആദ്യമായി ഈ പരിശുദ്ധമായ അൾത്താരയിൽ ഈ പരിശുദ്ധ അമ്മ മാതാവും ഈശോപ്പയും കയറി നിൽക്കാൻ അനുഗ്രഹം നൽകിയതിന് കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡുമൊത്ത് UK-യിലായിരുന്നു. കഴിഞ്ഞ നവംബർ മാസം മുതൽ 2023 നവംബർ മാസം മുതൽ എനിക്ക് വളരെയധികം ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും എനിക്ക് അടിവയറ്റിൽ വേദനയും യൂറിൻ പാസ് ചെയ്യുമ്പോൾ പുകച്ചിൽ അനുഭവപ്പെടുകയും എൻ്റെ ഇടത് കാലിന് ഒരു ബലമില്ലാത്ത അവസ്ഥ പോലെയും എൻ്റെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ അവിടെയെല്ലാം എനിക്ക് വേദന അനുഭവപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ UK-യിൽ തന്നെ ഞാനും ഹസ്ബൻഡും പലതവണയായി ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങുകയും വെളിയിലുള്ള മെഡിക്കൽ സിസ്റ്റം എല്ലാവർക്കും പറയാതെ തന്നെ അറിയാമല്ലോ, നമുക്കങ്ങനെ ഡയറക്റ്റ് ചെന്നാൽ ഡോക്ടർമാരെ ഒന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ വയറുവേദനയും ബുദ്ധിമുട്ടും പറയുന്നത് കൊണ്ട് അവർ ഗൈനക്കോളജിസ്റ്റിനെ റെഫർ ചെയ്യും. അങ്ങനെ ഓരോ തവണയും എൻ്റെ യൂറിനും ബ്ലഡും ഒക്കെ അവർ ടെസ്റ്റ് ചെയ്യും. പക്ഷേ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്ന് അവർ പറയും. ഇൻഫെക്ഷനോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ അവർ ചെക്ക് ചെയ്യും. പക്ഷേ അതൊന്നുമില്ലെന്ന് അവർ പറയും. അങ്ങനെ ഞങ്ങൾ തിരികെ പോരും. പക്ഷേ എൻ്റെ ബുദ്ധിമുട്ടുകൾ ഓരോ ദിവസവും ഏറിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒടുവിൽ എനിക്ക് ഫെബ്രുവരി 2024 ആയപ്പോഴത്തേക്കും അപ്പോഴേക്കും ഒരു 4 മാസം ആയി. അപ്പോഴേക്കും എനിക്ക് ജോലിക്ക് പോകാൻ പോലും സാധിക്കാത്തൊരവസ്ഥയായി. ഞാൻ അവിടെ സ്റ്റെപ്പ് പോലും കയറാൻ സാധിക്കില്ലാതെ എൻ്റെ കാലുകൾക്കൊക്കെ ബലമില്ലാത്തൊരവസ്ഥയായി. അങ്ങനെ ഇരിക്കെ എൻ്റെ കുഞ്ഞ് ഇവിടെ നാട്ടിലായിരുന്നു, എൻ്റെ അമ്മയുടെ അടുക്കൽ. അങ്ങനെ ഞാൻ ഒരു മരണഭയം പോലെ എനിക്ക് പിടിപെട്ടു. എനിക്കിനി കുഞ്ഞിനെ കാണാൻ സാധിക്കില്ല എന്നുള്ളൊരു ഭയമായി. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകാം, എനിക്ക് അവിടെ ഹോസ്പിറ്റലിൽ പോയി എന്താണെന്ന പ്രശ്നം എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫെബ്രുവരി 28-ന് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോന്നു. അങ്ങനെ വന്നതിന് ശേഷവും വീണ്ടും ഇവിടെയും ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറിൻ്റെ അടുത്ത് പോയി. കാരണം എനിക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ പുകച്ചിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടായതിനാൽ അങ്ങനെ ഇവിടെയും ആ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോയി. പക്ഷേ ഇവിടെ നിന്നും അവർ പറഞ്ഞു എനിക്ക് ഗൈനക് സംബന്ധമായ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്നാണ് ഇവിടെയും പറഞ്ഞത്. ഒടുവിൽ ഞാൻ ശാരീരികവും മാനസികവുമായി ഞാൻ അത്രമേൽ തളർന്നു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, 1 മാസത്തേക്കുള്ള ലീവിനാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് വന്നത്. പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല, ഞാൻ എങ്ങനെ തിരികെ പോരും എന്ന് ഞാൻ ചോദിച്ചു.
അങ്ങനെ കുഞ്ഞിവിടെ നാട്ടിലായിരിക്കുന്ന അവസ്ഥയിലുമാണ്. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ എനിക്ക് മാർച്ച് 21 മാസത്തെ ഇത് ലീവ് തീർന്നു. തിരികെ പോകേണ്ട ഡേറ്റ് ആയപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു, നീ 1 മാസത്തേക്കും കൂടെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുക, എന്നിട്ട് എന്നാ പ്രശ്നം എന്നാ ഹോസ്പിറ്റലിൽ പോയി നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് തിരികെ പോയി. പക്ഷേ ഞാൻ അന്ന് പോയില്ല. അങ്ങനെ ഇരിക്കെ എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടുകൾ വളരെയേറെ കൂടി. എനിക്ക് ഇരു കാലുകളും കൊണ്ട് നടക്കാൻ പോലും സാധിക്കില്ലാത്തൊരവസ്ഥയായി. രാത്രികളിൽ കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല. ഇനി മരപ്പും തരിപ്പും പോലെ ഇരു കാലുകളിലോട്ടും ഇറങ്ങുന്നു. ഇരിക്കാനും നിൽക്കാനും കിടക്കാൻ പോലും സാധിക്കുന്നില്ലാത്തൊരവസ്ഥ. ഞാൻ ഒത്തിരിയധികം വിഷമിച്ചു. കാരണം കുഞ്ഞിന് 2 വയസ്സ് ആണ് ഇപ്പോൾ. അത്രയും കുഞ്ഞുള്ളപ്പോൾ പോലും എനിക്കൊന്ന് കുഞ്ഞിനെ ഒന്ന് നോക്കുവാനോ ഒന്ന് എടുക്കുവാനോ ഒന്നും സാധിക്കുന്നില്ലാത്തൊരവസ്ഥ. ഞാൻ അപ്പോഴൊക്കെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. 2020 മുതൽ എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്ത് പുതുക്കി അതിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ മാതാവിൻ്റെ അടുക്കൽ, പരിശുദ്ധമ്മ മാതാവിൻ്റെ അടുക്കൽ നമുക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, അങ്ങനെ നിനക്ക് അമ്മ നിന്നെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴൊന്നും ഞാൻ അത്ര ഇതായിട്ട് ഉടമ്പടിയെക്കുറിച്ച് ചിന്തിച്ചില്ല. എങ്കിലും ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും ഇതൊക്കെ ചെല്ലും എല്ലാ ദിവസവും. അങ്ങനെ ഞാൻ ഒട്ടും വയ്യാത്ത അവസ്ഥയിൽ ഞാൻ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയ്ക്കൊരു കുഞ്ഞുള്ളതല്ലേ, ഉണ്ണിയുടെ അമ്മയല്ലേ, എനിക്ക് ഈ കുഞ്ഞിൻ്റെ കൂടെയും ഭർത്താവിൻ്റെ കൂടെയും ജീവിക്കുവാൻ പോലും സാധിക്കുമെന്ന് എനിക്കറിയില്ലാത്തൊരവസ്ഥ പോലെയായി. കുടുംബജീവിതം എങ്ങനെയാവുമെന്ന് പോലും അറിയില്ല. കാരണം എനിക്ക് എൻ്റെ ശരീരം അത്ര തളർന്നൊരവസ്ഥ പോലെ, എനിക്ക് ഒരു നട്ടലിനൊക്കെ ഒരു ബലവുമില്ലാത്തൊരവസ്ഥ പോലെയായി. അങ്ങനെ ഇരിക്കെ എൻ്റെ അമ്മ പറഞ്ഞു, ഞങ്ങൾക്കറിയാവുന്നൊരു ആയുർവേദ ഡോക്ടർ ഉണ്ടായിരുന്നു, അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം. അപ്പോൾ എൻ്റെ അമ്മയുമൊക്കെ ഒത്തിരി സങ്കടപ്പെട്ടു. കാരണം ഞാൻ രാത്രികളിലൊന്നും ഉറങ്ങാതെ എഴുന്നേറ്റ് നടക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ പിടിച്ചു നോക്കിയപ്പോൾ തന്നെ പറഞ്ഞു, എൻ്റെ സ്പൈൻ ഫുള്ളി വീക്കാണ്, മസിൽസ് എല്ലാം വീക്കാണ്. അപ്പോൾ ലെംബോസാക്രൽ ന്യൂറാൾജിയ, സെർവിക്കോ ബ്രാച്ചിയൽ ന്യൂറാൾജിയ എന്ന് പറയുന്നൊരു അവസ്ഥയാണ്. എൻ്റെ നടുവിലിൻ്റെ ഭാഗത്ത് നിന്ന് കാലുകളിലോട്ട് നെർവ്സ് ഇതായിട്ട് തട്ടിയിട്ട് ആ മരപ്പും തരിപ്പും കാലുകളിലോട്ട് ഇറങ്ങുന്നൊരവസ്ഥ. അതേപോലെ തന്നെ കഴുത്തിൽ നിന്നും അവിടെ ഷോൾഡറുകളിലേക്കും കൈകളിലോട്ടെല്ലാം മരപ്പും തരിപ്പും സ്പ്രെഡ് ചെയ്യുന്നൊരവസ്ഥ. എനിക്ക് ഒരു കുഞ്ഞു വസ്തു പോലും കൈകൊണ്ട് എടുക്കുവാനോ ഒന്നും സാധിക്കുന്നില്ലാത്തൊരവസ്ഥ. ഒരു പാത്രമൊക്കെ കയ്യിലെടുത്തിട്ട് കഴുകാനോ ഒന്നും സാധിക്കുന്നില്ല. ഒരു ഫാനിൻ്റെ കാറ്റടിക്കാൻ സാധിക്കുന്നില്ല. ഒരു തണുപ്പൊരൽപ്പം പോലും എനിക്ക് പറ്റണില്ല. രാത്രിയിലൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ എൻ്റെ കാലുകളിൽ ഞാൻ കട്ടിയുള്ള സോക്സ് എടുത്തിടും. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പക്ഷേ എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ലാതെ ഞാൻ സോക്സ് ധരിച്ചാണ് കിടക്കും. പക്ഷേ ഉറങ്ങാറില്ലായിരുന്നു. അങ്ങനെ കൈകളിലോട്ടും അതേ അവസ്ഥ തന്നെ, ഭയങ്കരമായ വേദനയും തരിപ്പും മരപ്പും ഇറങ്ങുന്നൊരവസ്ഥ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് എനിക്ക് തിരികെ പോകേണ്ടതല്ലേ, ഇപ്പം തന്നെ ഇത്രയും വൈകി, അപ്പോൾ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 7 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ ചെയ്തു. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ അവിടെ ആയിരുന്ന ദിവസങ്ങളിൽ, ഞാൻ ഹോസ്പിറ്റലായിരുന്ന ദിവസങ്ങളിൽ ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന ഇതൊക്കെ സാക്ഷ്യങ്ങൾ കേൾക്കും. എനിക്ക് അമ്മ മാതാവിൽ അതുപോലെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് 2020 മുതൽ എനിക്കും അമ്മയിൽ വിശ്വാസമാണ്. ഞാൻ പക്ഷേ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങൾ എന്നെക്കൊണ്ട് സാധിക്കുന്നതൊക്കെ സാക്ഷ്യങ്ങൾ കേൾക്കും. ഞാൻ ആ സമയങ്ങളൊന്നും അധികം ആരോടും സംസാരിക്കില്ല. ഞാൻ അത്ര ഒരു തളർന്ന അവസ്ഥയിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് പോലും എന്നെ മനസ്സിലാക്കുന്നില്ലാത്തൊരവസ്ഥ. കാരണം ഞങ്ങൾ ഒത്തിരി തവണ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുമ്പോഴും ആരും ഡോക്ടർമാരൊന്നും എനിക്ക് അങ്ങനെ ഒരു ഗൈനക് സംബന്ധം ഒന്നും പ്രശ്നങ്ങൾ ഇല്ലയെന്ന് പറയുന്നത് കൊണ്ട് ഹസ്ബൻഡ് പോലും പറയും, നീ ചുമ്മാ പറയുന്നതാണ്, നിൻ്റെ തോന്നലായിരിക്കും, പിന്നെ കുഞ്ഞ് കൂടെ ഇല്ലാഞ്ഞതിൻ്റെ കൊണ്ടുള്ള നിനക്ക് എന്തെങ്കിലും ഒരു ഡിപ്രഷൻ രീതിയിലായിരിക്കും, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയും. എനിക്ക് ചുറ്റുമുള്ളവർ എല്ലാവരും അങ്ങനെ പറയുന്നൊരവസ്ഥ. ഞാനെപ്പോഴും എൻ്റെ അമ്മയോട് പറയും, എനിക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്, എനിക്ക് ആരോടും ഷെയർ ചെയ്യാൻ സാധിക്കുന്നില്ലാത്തൊരവസ്ഥ. അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റിലായിരുന്ന സമയത്തും ഞാനിതുപോലെ സാക്ഷ്യങ്ങൾ കേട്ട് അന്ന് ഞാൻ ആ കിടക്കയിൽ വെച്ച് ഞാൻ തീരുമാനിച്ചു, എനിക്ക് ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ എന്നെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരുത്തി എന്നെ ഉടമ്പടി എടുപ്പിക്കണമെന്ന്. എനിക്കിനി ഒരു സൗഖ്യം അമ്മയ്ക്ക് മാത്രമേ നൽകുവാൻ സാധിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരികെ വീട്ടിൽ വന്നു. പക്ഷേ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നതിലും അതിലേറെ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുകയാണ് ചെയ്തത്. എനിക്ക് വീട്ടിൽ വന്നിട്ട് എനിക്ക് ഒന്ന് കാല് കുത്തി തറയിൽ ചവിട്ടുവാനോ ഒന്ന് നിൽക്കുവാനോ എൻ്റെ ശരീരത്തിന് ഒട്ടും ഒരു ബലമില്ലാത്തൊരവസ്ഥ, ഒരു ഒടിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെ നട്ടിൽ അത്ര ഒരു ബലമില്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് തോന്നിയിരുന്നത്. അങ്ങനെ ഇരിക്കെ അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു, എന്നാൽ നമുക്ക് അലോപ്പതിയിലും കൂടെ ഒന്ന് പോയി നോക്കാം, ഓർത്തോ ഡോക്ടറെ ഒന്ന് കണ്ടു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ
വീണ്ടും ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം ആയുർവേദിക് ഇത് കഴിഞ്ഞപ്പോൾ ഓർത്തോ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അങ്ങനെ ഡോക്ടറിൻ്റെ അടുക്കൽ അവർ പറഞ്ഞു, ഇതുപോലെ എക്സ്റേ കണ്ടിട്ട് അവർ പറഞ്ഞു നെർവിൻ്റെ പ്രശ്നമാണ്. അപ്പം അവരിതുപോലെ എനിക്ക് ന്യൂറൽ സംബന്ധമായ മെഡിസിൻ തന്നു. എന്നിട്ട് എനിക്ക് ഉറങ്ങാനുള്ളതിനുള്ള മെഡിസിൻ തന്നു, ഞാനൊന്ന് റിലാക്സ് ആവാൻ. പക്ഷേ അന്ന് ഞാൻ അവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചു, ഇനി ഈ മരുന്നൊന്നും ഇതിൻ്റെ പേരിൽ ഞാൻ ഈ മരുന്നൊന്നും ഞാൻ കഴിക്കില്ല. ഞാൻ എന്താണേലും പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് അമ്മയ്ക്ക് മാത്രമേ എന്നെ സൗഖ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ അവിടെ വെച്ച് തീരുമാനിച്ചു. അങ്ങനെ വീട്ടിൽ അവിടെ പോയ ശേഷം തിരികെ വന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, അപ്പോൾ മെയ് മാസമാണ്, ഇത് മാതാവിൻ്റെ മാസമാണ്, നീ ഈ മാസം അവസാനം അമ്മ നിന്നെ അമ്മയുടെ സന്നിധിയിൽ എത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൽ വിശ്വാസം അർപ്പിച്ച് ഞാൻ വണക്കമാസം എല്ലാ ദിവസവും യൂട്യൂബിലുള്ള വണക്കമാസ പ്രാർത്ഥനകളിൽ മുടക്കം കൂടാതെ പങ്കെടുക്കും. അങ്ങനെ ഞാൻ അമ്മേനെ അന്ന് മുതൽ എൻ്റെ അമ്മ മാതാവിൻ്റെ ഒരു രൂപമുണ്ട്, ഒരു അല്പം വലിപ്പമുള്ള ഒരു രൂപമുണ്ട് വീട്ടിൽ. ഞാൻ ആ അമ്മയെ തന്നെ നോക്കിയിരുന്നു ഞാനിതുപോലെ വണക്കമാസം സാധിക്കുന്ന വിധം പൂർണ്ണമായിട്ടിരുന്ന് പങ്കുചേരും. അങ്ങനെ മെയ് മാസം 24-ാം തീയതി അമ്മ പറഞ്ഞതുപോലെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റിന് ശേഷം 1 മാസം ആകാറായപ്പോഴേക്കും ഞാനിവിടെ വന്നു. അന്ന് വീട്ടിൽ നിന്ന് ആർക്കും കൂടെ വരാൻ സാധിക്കത്തില്ലാത്തൊരു സാഹചര്യമായിരുന്നു. കാരണം എൻ്റെ കുഞ്ഞമ്മയുടെ അടുക്കലാണ്. അങ്ങനെ പപ്പയ്ക്ക് ആർക്കും എൻ്റെ കൂടെ വരാൻ സാധിക്കത്തില്ലാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ബ്രദറിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ആരെങ്കിലും അറിയാവുന്നവരെ കൂട്ടത്തിലൊന്ന് വിട്ട് എനിക്ക് ആലപ്പുഴയൊന്ന് എനിക്ക് അമ്മയുടെ അടുക്കൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നീ ഇത്ര വയ്യാതിരിക്കുന്ന ഈ അവസ്ഥയിൽ നീ എങ്ങനെ തനിച്ചു പോകും, ആരും കൂടെ ഇല്ലാതെ നിന്നെ എങ്ങനെ വിടുമെന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ബ്രദർ അവൻ്റെ ഒരു ഫ്രണ്ടിനെ കൂട്ടി എന്നെ ഇവിടെ വിട്ടു. ഞാൻ 24-ാം തീയതി ഇവിടെ വന്നു. ഞാൻ അന്ന് എൻ്റെ കാലുകൾക്കും എനിക്ക് അറിയാം എൻ്റെ സ്പൈനിൽ എനിക്ക് യാതൊരുവിധ ബലവുമില്ലാത്തൊരവസ്ഥയാണെന്ന്. ഞാനിവിടെ വന്ന് ഈ സ്റ്റെപ്പ് എങ്ങനെ കയറുമെന്ന് എനിക്ക് യാതൊരുവിധ ഇതുമില്ലായിരുന്നു. എനിക്ക് ഉടമ്പടിയെക്കുറിച്ചും എൻ്റെ അമ്മ പറഞ്ഞുള്ള അറിവുകളൊക്കെ ഉള്ളൂ. പക്ഷേ കൂടുതലായി ഒന്നും ഞാൻ ചിന്തിച്ചില്ല. ഞാൻ വന്നു. ആ സ്റ്റെപ്പ് എനിക്ക് ഇടത് കാലിനാണ് കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഒരു കാല് വെച്ച് തന്നെ കയറി, ഞാൻ സ്റ്റെപ്പുകൾ കയറി ഞാൻ മുകളിലെത്തി. അങ്ങനെ അവിടെ ഇരുന്ന് ഉടമ്പടി ക്ലാസ്സിൽ പങ്കെടുത്ത് അവിടെ വെച്ചും നമ്മൾ നിയോഗങ്ങൾ പേപ്പറിൽ ഫില്ല് ചെയ്യാനും അവിടുത്തെ എല്ലാ ഇത് എഴുതുവാൻ പേപ്പറിൽ പേനയിൽ എൻ്റെ കൈ പിടിക്കുവാൻ പോലും എൻ്റെ കരങ്ങൾക്ക് ബലമില്ലായിരുന്നു. കാരണം എൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നിന്നൊക്കെ എനിക്ക് അത്രമേൽ ഒരു ബലമില്ലാത്തൊരവസ്ഥ, വിട്ടുപോകുന്നൊരവസ്ഥ. പക്ഷേ ഞാൻ അവിടെ ഇരുന്ന് എല്ലാം പൂരിപ്പിച്ച് ഞാൻ മാതാവിനെ വിളിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് എന്നെ ഇവിടെ ഇരുത്തി ഈ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ എനിക്കിത് എടുക്കുവാൻ അമ്മ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ പ്രതി അമ്മ എന്നെ ഈ ഉടമ്പടി എടുപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഉടമ്പടി എല്ലാ ഇതും ചെയ്യേണ്ടതായ എല്ലാ ഇതും ചെയ്തു. അങ്ങനെ ഞാൻ പൂർത്തീകരിച്ച് ഇവിടെ വന്ന് ഈ ഉടമ്പടി ഇവിടെ വന്നിട്ട് എണ്ണ ഒഴിക്കുന്ന അവിടെ വന്നപ്പോഴും ഞാൻ വിളക്കിൽ നിന്ന് എണ്ണയെടുത്ത് എൻ്റെ കഴുത്തിൻ്റെ അവിടെ എൻ്റെ ഷോൾഡറിൽ ഞാൻ നന്നായി പുരട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഈ ബലമില്ലാത്ത ഈ കരങ്ങൾക്ക് അമ്മ നീ ശക്തി തരണം. ഈ കാലുകളുമായിട്ട് ഞാനിവിടെ നിൽക്കുന്നത്. ഇനി ഒരു പ്രാവശ്യം അമ്മയുടെ അടുക്കൽ വരുമ്പം അമ്മ എന്നെ ഉറപ്പുള്ള ഒരു നട്ടലുമായി പരിശുദ്ധ സന്നിധിയിൽ അമ്മ എന്നെ നിർത്തണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആ എണ്ണ തൂത്ത് ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അമ്മ ഇവിടെ നിന്ന് തിരികെ പോകുമ്പോൾ അമ്മ എനിക്കൊരു അടയാളം തന്നല്ലാതെ എന്നെ പറഞ്ഞയക്കല്ലേ എന്ന് ഞാൻ അത്രമേൽ വേദനയോട് പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് തിരികെ ഹസ്ബൻഡിനൊപ്പം പോകാൻ അത്ര മാസം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വിസയുടെ റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് ഒത്തിരി നാട്ടിലങ്ങനെ നിൽക്കുവാനും സാധിക്കില്ല. അങ്ങനെ ഇവിടെ ഞാൻ മുട്ടിൽ നിൽക്കാൻ എനിക്ക് കാലുകൾക്ക് അത്ര ശക്തമായ കാലുകളുമായിട്ട് ഞാൻ മുട്ടുകുത്തുവാന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. ഈ കാലുകൾ അമ്മ ഇനി തിരികെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ കാലുകൾക്ക് അമ്മ ബലം തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ അമ്മയുടെ സന്നിധിയിൽ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് ഞാൻ പോകുന്നിടത്ത് വീണ്ടും ഞാൻ തിരികെ ഒന്നും കൂടെ അവിടെ അമ്മയുടെ രൂപത്തിൻ്റെ അടുക്കൽ ഞാൻ ഒന്നും കൂടെ പ്രാർത്ഥിച്ചു. അമ്മ എൻ്റെ കുഞ്ഞിനെ പ്രതി അമ്മ എന്നെ തിരികെ ഏൽപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാം സമർപ്പിച്ച് അന്ന് രാവിലെയാണ് ഞാൻ വന്നത്. പക്ഷേ അന്ന് ഞാൻ തിരികെ പോകുന്നത് വൈകുന്നേരം 6:30-7 മണി ആയപ്പോഴത്തേനാണ്. ഇവിടെ അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു. ഞാൻ വീണ്ടും ഞാൻ പകുതി വരെ ചെന്ന് ഞാൻ വീണ്ടും തിരികെ വന്ന് അമ്മയോട് പറയാം, അമ്മേ നിനക്ക് മാത്രമേ എനിക്കൊരു ടിക്കറ്റ് എടുത്ത് നിന്നെ ഇവിടെ നിന്ന് തിരികെ ഹസ്ബൻഡ് അങ്ങോട്ട് പോകാൻ പറഞ്ഞയക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരികെ പോയി. പിറ്റേ ദിവസം ചെന്ന് രാത്രി കഴിഞ്ഞ് രാവിലെ ഞാൻ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി 5:30 രാവിലെ എണീറ്റപ്പോഴേക്കും എനിക്ക് എന്തോ എൻ്റെ ശരീരത്തൊരു വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടു. എനിക്കൊരു ബലം എൻ്റെ സ്പൈനിന് എന്തോ ഒരു ഉറപ്പ് കിട്ടിയതുപോലെ എന്തോ ഒരു മാറ്റം തോന്നി. അത് പരിശുദ്ധ അമ്മ എന്നെ സ്പർശിച്ചതെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനുശേഷം
അന്ന് മുതൽ ഞാൻ ഇന്നും ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പ് എല്ലാ ദിവസവും ഞാൻ കുളിക്കുമ്പോൾ വെള്ളത്തിൽ ഇടും. എൻ്റെ ഓരോ കശേരുക്കളെയും എൻ്റെ സ്പൈനിനെ, നട്ടലിനെ പൂർണ്ണമായി പരിശുദ്ധ അമ്മ സുഖപ്പെടുത്തി എന്നെ പറഞ്ഞേക്കണമെന്ന് ഞാൻ അമ്മയോട് എന്നും പറയും. അങ്ങനെ ഞാൻ ട്രീറ്റ്മെൻറ്റിന് ശേഷവും ഞാൻ ഒരു മെഡിസിനും ഞാൻ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിറ്റേ ദിവസം മുതൽ ഞാൻ ഒരു മാസത്തെ കോഴ്സ് മെഡിസിൻ ഉണ്ടായിരുന്നു, അതും ഞാൻ ഉപയോഗിച്ച് തുടങ്ങി. അതിനുശേഷം ഇന്നിപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ട് 60 ദിവസമായി, 2 മാസമായി. ഈ ദിവസം തന്നെ പരിശുദ്ധ അമ്മ എന്നെ ഈ അൾത്താരയിൽ കയറ്റി നിർത്തുവാൻ അനുഗ്രഹിച്ചതിന് അത്രമേൽ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. കൂടാതെ എനിക്ക് ഇത്രമേൽ വയ്യായിക വന്നിരുന്ന ഈ അവസ്ഥയിൽ എൻ്റെ കുഞ്ഞിന് കണ്ണിനൊരു സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ 7th മന്ത് ആറായപ്പം പ്രീറ്റമായിട്ട് ഉണ്ടായ ആളാണ്, 27 വീക്കിലായതാണ്. അപ്പോൾ അവൾ ആ കണ്ണിൻ്റെ സർജറി എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോഴേ പറയുമായിരുന്നു, നമ്മളിപ്പോൾ വന്ന അവസ്ഥയിൽ അവൾക്ക് 1.5 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അവർ ഡോക്ടർമാരിങ്ങനെ ഒരു ചേഞ്ച് ഉണ്ട്, അപ്പോഴാണ് കണ്ടുപിടിച്ചത് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞു തരുന്നത്. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന ഇതായിരുന്നുകൊണ്ട് അന്ന് അത് ഡിലേ വന്നു. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ അത് ചെയ്യാം എന്നുള്ളൊരു, പക്ഷേ എനിക്ക് എൻ്റെ അവസ്ഥ തന്നെ എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് കുഞ്ഞിൻ്റെ സർജറി ഒന്നും അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയേ വരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു കുഞ്ഞിൻ്റെ സർജറിയും. അങ്ങനെ ഉടമ്പടി എടുത്ത് കറക്റ്റ് 1 മാസമായപ്പോഴേക്കും മെയ് 24-ന് ഞാൻ ഉടമ്പടി എടുത്തത്. ജൂൺ 24 ആയപ്പോഴത്തേക്കും ഞാൻ ആദ്യം ഒരു ഡേറ്റ് എടുത്തിരുന്നു. പക്ഷേ എൻ്റെ വൈയായികം മൂലം അന്നത് ഞാൻ ക്യാൻസൽ ചെയ്തു. അങ്ങനെ അമ്മയോട് ഞാൻ പറഞ്ഞു, ഇനിയൊരു ഡേറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ആ സർജറി പരിശുദ്ധ അമ്മ തന്നെ ഏറ്റെടുത്ത് നടത്തി തരണേന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. എൻ്റെ അമ്മ ഉടമ്പടിയിലുള്ള ആളായിരുന്നുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കുഞ്ഞിനെ ഇതിന് മുമ്പ് ബ്ലെസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ജൂൺ 24-ന് ഞങ്ങൾ അവളുടെ സർജറിക്കായി പോവുകയും മറ്റ് യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ, കാരണം അവൾ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ആളാണ്, എയർലി ആയിട്ട് വന്നതുകൊണ്ട് നോർമലായിട്ടുള്ളതിനേക്കാളും എല്ലാ കാര്യങ്ങളിലും അവൾ അത്രമേൽ മിടുക്കിയായിട്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ അവൾ ഇതുപോലെ അടങ്ങിയൊന്നും ഇരിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഭയമായിരുന്നു എങ്ങനെ ഈ സർജറി ചെയ്യാൻ സാധിക്കുമെന്ന്. വെളുപ്പിനെയൊക്കെ ഫുഡ് കൊടുക്കാതെ നമ്മൾ നോക്കണമെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. പക്ഷേ അതിലെല്ലാം യാതൊരുവിധ കുഴപ്പങ്ങളും കൂടാതെ അമ്മയുടെ കാര്യങ്ങൾ മാത്രമാണ് അവിടെ പ്രവർത്തിച്ചതെന്ന് ഈ മകൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഉടമ്പടി നിയോഗം അമ്മ സാധിച്ചു തന്നു. അങ്ങനെ ഇന്ന് ഞാൻ ഈ 29-ാം തീയതി ഞാൻ തിരികെ ഹസ്ബൻഡ് അടുത്ത് UK പോകാൻ ഞാൻ ടിക്കറ്റ് എടുത്തു. അത് പരിശുദ്ധ അമ്മ എടുത്തു തന്ന ടിക്കറ്റ് അന്ന് മാത്രം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം അത്രമേൽ ഞാൻ വീണുപോയൊരവസ്ഥയിൽ നിന്ന് അമ്മയാണ് ഇന്ന് എന്നെ ഏൽപ്പിച്ച് ഈ അൾത്താരയിൽ പോയി നിർത്തി എനിക്ക് ഈ കാലുകൾ കൊണ്ട് ഈ അൾത്താരയിൽ നിൽക്കുവാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ അത്ര കൂടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ വേറൊരു അനുഭവമുള്ളത്, അതിന് ഞാൻ പരിശുദ്ധ അമ്മയുടെ തിരുമുമ്പിൽ ക്ഷമാപണം യാചിക്കുന്നു. 2020 അമ്മ ഉടമ്പടി എടുത്തപ്പോൾ ഞാനിതുപോലെ അന്ന് എനിക്കിതുപോലെ ഞാൻ IT-യിൽ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് നാട്ടിൽ. അപ്പം എൻ്റെ കഴുത്തിന് ഇതുപോലെ നട്ടലിന് ചെറിയ പൊസിഷൻ ഇതുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അവർ ഡോക്ടർ കോളർ ഇടണമെന്ന് പറഞ്ഞു. പക്ഷേ IT-യിലെ വർക്ക് വെച്ച് നമുക്ക് അതുപോലെ സ്ട്രെയിൻ ഉണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അസഹനീയമായ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് പലപ്പോഴും ചില ദിവസങ്ങളിൽ ഇരിക്കാൻ പോലും സാധിക്കത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. അന്ന് ഞാൻ ഇതുപോലെ അമ്മയോട് പറഞ്ഞു, അമ്മ പോകുമ്പോൾ ഉടമ്പടി ആരാധനയിൽ പങ്കെടുക്കാൻ ഞാനും വരുന്നുണ്ട്, എന്നെ ഒന്ന് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അങ്ങനെ കൊറോണ അന്ന് 2020 മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നിമിഷം ലോക്ക്ഡൗണിന് 1 ദിവസം മുന്നെയാണ് കറക്റ്റ് അന്ന് കൂടി തടസ്സങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയൊന്ന് പിന്മാറാൻ ശ്രമിച്ചു, പക്ഷേ എന്നെ അവിടെ ഒന്ന് കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞു. ആ 1 ദിവസം മുന്നേ ഞങ്ങളിവിടെ വന്നു. അന്ന് ആരാധനയിൽ പങ്കെടുത്ത് അതിൽ ഞാൻ അച്ഛൻ ഇതുപോലെ രോഗസൗഖ്യ ആരാധനയിൽ അസ്ഥി സംബന്ധമായ രോഗമുള്ള സ്ഥലങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതുപോലെ കഴുത്തിൻ്റെ അവിടെയും നട്ടലിനെ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് അച്ഛൻ പറഞ്ഞു, ഒരു കഴുത്ത് മുതൽ നട്ടലിൻ്റെ അന്ത്യം വരെ ഒരു നട്ടലിനെ ഈശോ സൂചിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഈ മകളാണെന്ന് ഞാൻ അത്രമേൽ ഉറച്ചു വിശ്വസിച്ചു. അന്ന് അതിനുശേഷം എനിക്ക് കഴുത്തിന് അങ്ങനെ ഒരു വേദനയോ ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് ഞാൻ മുന്നോട്ട് പിന്നെ എൻ്റെ വർക്കിൽ കുഴപ്പമില്ലാതെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അത് ഞാൻ അന്ന് ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നത് കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചില്ല. അമ്മ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അതിന് ഞാൻ പരിശുദ്ധ അമ്മയോട് മാപ്പപേക്ഷിക്കുന്നു. കൂടാതെ ഒരു അനുഭവം കൂടിയുണ്ട്. എൻ്റെ സഹോദരൻ്റെ വൈഫ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്. 2 തവണ നേരത്തെ മിസ്കാരേജ് ആയിരുന്നു. അപ്പോൾ ഇപ്പം 3-ാം തവണ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം 3 മാസമായി ഇരിക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് സ്പോട്ടിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഡോക്ടർ പൂർണ്ണമായിട്ട് റെസ്റ്റ് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ 3 മാസം വരെയായി. 3 മാസത്തെ സ്കാനിങ് ചെയ്തു. അപ്പോൾ അനോമലി ഒരു സ്കാനും ഉണ്ടായിരുന്നു. അത് ചെയ്ത് അതിലൊന്നും യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അന്ന് ഡോക്ടറെ കണ്ടതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന ആ ദിവസം തിരികെ വരുന്ന ആ നിമിഷം ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുകയും അപ്രതീക്ഷിതമായ രീതിയിൽ നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടാവുകയും അന്ന് അഡ്മിറ്റ് ആവുകയും ചെയ്തു. അങ്ങനെ അന്ന് 2-3 ദിവസം ലേബർ റൂമിൽ അഡ്മിറ്റായി അവർ ഇഞ്ചക്ഷൻ എടുക്കുകയൊക്കെ ചെയ്തു. അന്ന് ഞാനിതുപോലെ
വയറ്റിൽ ഉടമ്പടി തൈലും സ്പർശം പ്രാർത്ഥിക്കുമായിരുന്നു. ആ മകളുടെ ബ്ലീഡിങ് അമ്മ ഏറ്റെടുക്കണേ, ഇനിയൊരു പ്രശ്നമുണ്ടാവാതെ ഈ കുഞ്ഞിനെ ആരോഗ്യമുള്ള രീതിയിൽ അമ്മ മുന്നോട്ട് യാതൊരുവിധ കുഴപ്പങ്ങളും കൂടാതെ അമ്മ സംരക്ഷിച്ച് നൽകി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം അത് 2 ദിവസത്തിന് ശേഷം ആ ബ്ലീഡിങ് നിൽക്കുകയും അങ്ങനെ അവർ കുഴപ്പമില്ലാതെ ഇപ്പോൾ വീട്ടിൽ തിരികെ വരികയും ചെയ്തു. പരിശുദ്ധ അമ്മയും ഈശോപ്പയും നൽകിയ അളവറ്റ അനുഗ്രഹങ്ങൾക്ക് അത്രമേൽ കൊടാനുകൂടി നന്ദി പറയുന്നു. എന്നും ഈ ഉടമ്പടി ജീവിതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ അന്ന് ഞാൻ ഒരു കാര്യമുള്ളത്, ഞാൻ അന്ന് ആദ്യം വന്നപ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ വെളിയിൽ നിന്ന് വന്നതായതുകൊണ്ട് NRI ഉടമ്പടി ആണോ എടുക്കേണ്ടത് എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെയുള്ള ചേച്ചി അവർ പറഞ്ഞു ടിക്കറ്റ് പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അത് NRI എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ടിക്കറ്റ് ഒന്നുമില്ല, കാരണം എനിക്ക് തിരികെ പോകാൻ പോലും സാധിക്കുമോ എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. അത്ര വയ്യാത്തൊരവസ്ഥയിലാണ് ഞാൻ വന്നത്. അങ്ങനെ അപ്പോൾ സാരമില്ല മോളെ, നീ ഇപ്പം നോർമൽ ഉടമ്പടി എടുത്താൽ മതി, തിരികെ ടിക്കറ്റ് എടുക്കുന്ന ഒരു സമയത്ത് നീ വന്നത് ചേഞ്ച് ചെയ്താൽ മതി, NRI ആക്കി ചേഞ്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ഉടമ്പടി എടുക്കുക. ഈ 60 days ആയപ്പോഴേക്കും അമ്മ എന്നെ ഈ സന്നിധിയിലെത്തിച്ച് അത് NRI ആക്കി അവർ കൺവേർട്ട് ചെയ്ത് തന്നു. ഈ അൾത്താരയിൽ സാക്ഷിയാക്കുവാനും പരിശുദ്ധ അമ്മ എന്നെ അനുവദിച്ചു. അങ്ങനെ അമ്മയ്ക്ക് കൊടാനുകൂടി നന്ദി പറയുന്നു.